ഹായ് അമ്പു. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും കേട്ടോ. എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല? ഇന്നലെ ഡോക്ടറെ കാണേണ്ട ദിവസം, പിന്നെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്യേണ്ട ദിവസമായിരുന്നു. അപ്പൊ സമയം വന്നില്ല. അഹങ്കാരത്തിന് അതിൻ്റെ ഫലം കിട്ടുന്ന പറഞ്ഞാൽ ശരിയാണല്ലമ്മ. അതെന്താ? അതെന്താന്ന് പറഞ്ഞാ നമ്മുടെ സംഭവം കാലുവേദനയൊക്കെ മാറി, പക്ഷെ എന്നാലും നടക്കുമ്പോൾ ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്നെയാണോ പറയുന്നത്? അതെ, കേക്കൂ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇത് കേട്ടിട്ട് അവരൊക്കെ അഭിപ്രായം പറയും, എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞാൽ മതി. കാരണം എന്താ പറയാ, അപ്പൊ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് വണ്ടി കയറുമ്പോഴും വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും പിന്നെ നമ്മൾ പോണ ആ ലാബിൽ ഒരു ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്, പിന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് കയറുമ്പോൾ ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് കൂടെ മെല്ലെ എൻ്റെ കൈ പിടിച്ചിട്ട് വേണം കയറാൻ ഞാൻ പറഞ്ഞോ. അപ്പോൾ അവിടെ 2-3 പേര് അമ്മേനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അമ്മ ഇങ്ങനെ ഇറങ്ങി വരുന്നത് നോക്കുകയായിരുന്നു. അവർ ചുമ്മാ നോക്കിക്കൊണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വേഗം അങ്ങോട്ട് ചമ്മലായി. അമ്മ എൻ്റെ കൈ ഒരൊറ്റ പിടിക്കൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് നേരെ അപ്പൊ കൈയൊക്കെ വെറും വിടുന്ന് പറയല്ല, വിടിയിച്ചിട്ട് അങ്ങോട്ട് പോയി. വിടിയിച്ചിട്ട് പോയിട്ട് ആ 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ അവിടെ എന്തോ ചെറിയ മിസ്റ്റേക്ക് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ആ ലാബിൽ പോയിട്ട് ആ പാവം പെൺകുട്ടി നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അത് കേട്ടിട്ട് ആ പെൺകുട്ടി ചോദിക്കുകയാണ് അമ്മേനോട്, അമ്മ വേനിച്ചോ അമ്മ, ഒരുപാട് വേനിച്ചോ അമ്മ. അപ്പോൾ കുഴപ്പമില്ല, ആർക്ക് വേനിച്ചു? അമ്മ നടന്നിട്ട് അമ്മയ്ക്ക് ഉണ്ടായത്. എന്നിട്ട് ആ പെൺകുട്ടി പാവം വിഷമിച്ചിട്ട് നിൽക്കുക. വേനിച്ചമ്മ പറയുമ്പോൾ അത് മോളുടെ കുറ്റമല്ല, എനിക്ക് കാലിൻ്റെ ഒരു വേദന ഇളകിയതാണെന്ന് പറയണ്ട അമ്മ. ആ കുട്ടി പാവം ഏട്ടാ. എന്നിട്ട് കണ്ണിന് വെള്ളം നിറയല്ലേ? എന്നിട്ട് കണ്ണിന് വെള്ളം നിറയുമ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടി ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഇത് ഒന്നും കൂടി ഉറക്ക കുത്തണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് അഹങ്കാരമാണ് അമ്മയ്ക്ക്. കാലിൽ ചെറിയൊരു വേദനയൊക്കെ മാറി വന്നതാണ്. അപ്പോൾ സ്റ്റെപ്പിൽ ഓടിച്ചാടിയതിൻ്റെ ഗുണമാണത് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നെ ഒരു നോട്ടം, വൃത്തികെട്ടവനെ, നിന്നെ ഞാൻ ശരിയാക്കി തരാടാന്ന്. അല്ലെങ്കിൽ ആ കുട്ടി വെറുതെ വിഷമിക്കില്ലേ അമ്മ? ആ കുട്ടി വിഷമിക്കും. അല്ല, ആ കുട്ടി വിഷമിക്കുന്നുള്ള ഇത്ര ചിന്തയുള്ള നിനക്ക് ഈ അമ്മ വിഷമിക്കുന്ന തോന്നിയാടോ നിനക്ക്? അത് പൊളിക്കാൻ പാടിയായിരുന്നോ? ഇല്ലേ? അതായത് വിചാരിച്ചിട്ട് പൊക്കോട്ടെ അല്ലേ? പാവം അമ്മ എന്നൊക്കെ. എങ്ങനെ അമ്മ പറഞ്ഞ്, എങ്ങനെ വേനിച്ചിട്ടില്ല, എങ്ങനെ പറഞ്ഞ് എക്സ്പ്രഷൻ കാണിക്കും നോക്കട്ടെ. അങ്ങനെയൊന്നല്ല, കണ്ണിലൊക്കെ വെടന്നിട്ട് ഇങ്ങനെ ഇത്ര പറഞ്ഞു. ആ, ഞാൻ അങ്ങനെ തന്നെയാ. ഞാൻ സത്യം പറഞ്ഞൊക്കെ അമ്മ നുണയെ പറയും. ഇതാണ് ചട്ടി, ഇതാണ് സ്റ്റൗ. അപ്പോ മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കാലോ. അത് ഞാനേ ഇന്നലെ മട്ടൺ മേടിച്ചിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ വെക്കേണ്ട പച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് മഞ്ഞളിട്ട് ഒന്ന് തിളപ്പിച്ച് വെച്ചു. അത്രയല്ല, വേവിച്ചിട്ടില്ല, വെന്തിട്ടില്ല, പക്ഷെ ഒന്ന് തിളപ്പിച്ച് വെച്ചു മഞ്ഞളിട്ട്. അപ്പോഴാണ് അതിന് ഈ പച്ച ഇറച്ചി കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ അതിന് വേണ്ട സാധനങ്ങള് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, മല്ലിയില, പച്ചമുളക്, പിന്നെ പെരിഞ്ജീരകം, പട്ട, ഏലക്ക, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് തൈര്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങാനീര്, ഉപ്പ്. നാരങ്ങാനീര് ഉപ്പിലിട്ടതാ? നാരങ്ങാനീര് വേണം കുറച്ച്. പിന്നെ ഉപ്പും വേണം. ഉപ്പ് വേണമെന്ന് എല്ലാവർക്കും അറിയാലോ, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതാ, ഉപ്പ് വേണമെന്ന് എല്ലാവർക്കും അറിയാലോ, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ ഉപ്പ്? എന്നാലും പറഞ്ഞു എന്താ പറയാ, ഉപ്പിടുമ്പോ പറഞ്ഞാൽ പോലെ ഉപ്പിടുകയാണ്, എണ്ണ ഒഴിച്ചു. അപ്പോ അഹങ്കാരത്തിനല്ല അപ്പക്കപ്പ കിട്ടുന്നത്, വെറുതെ അല്ല പറയണത്. എനിക്ക് അത്രയ്ക്ക് വലിയ അഹങ്കാരം ഇല്ലാതെ എല്ലാവർക്കും അറിയാം. എൻ്റെ വീട്ടുകാർക്കും ബന്ധുക്കാർക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും അയൽക്കാർക്കും എല്ലാവർക്കും എനിക്ക് അഹങ്കാരം ഇല്ലാതെ അറിയാത്തവൻ നീ അഹങ്കാരം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞ കൊള്ളില്ല എന്നാ? അല്ല അമ്മ കൊള്ളില്ല എന്ന് പറയാൻ പോകുന്നത് എനിക്കൊരു പുല്ലും ഇല്ല എന്ന് പറയാൻ പറഞ്ഞതാണോ? അല്ല, ആ ഇടയ്ക്ക് സുരേഷ് ഗോപി അല്ല, അത് പുല്ലും ഇല്ല എന്ന് പറയാൻ പോകുന്നത് കൊള്ളില്ല എന്നാക്കിയതാണോ എന്ന് എനിക്കൊരു സംശയം. നിങ്ങളത് റിവൈൻഡ് ചെയ്ത് കണ്ടോളൂ, എനിക്ക് ഡൗട്ട് ഉണ്ട്. ഈ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടോ. എനിക്കൊരു പുല്ലും ഇല്ല എന്ന് പറയാൻ പോകുന്നത് അത് മെല്ലെ അതിനെ കൊള്ളുമില്ല എന്നാക്കിയതാണ് കേട്ടോ. അതെന്തറിയോ ഇപ്പൊ ഞാന് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വാക്ക് നമുക്ക് ശരിക്കും തട്ടി. എടാ ചക്ക, ആ പെൺകുട്ടിയാണെങ്കിൽ ഇത് കാണണ്ടാവും. അവൾ അത്രയും പ്രാവശ്യം ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മാത്രമേ പറഞ്ഞത്. എൻ്റെ കുറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ആ പെൺകുട്ടി ചോദിക്കില്ലേ, അമ്മ അത് ശരി, കാലുവേദന എടുത്ത് ചാടിയിട്ടുണ്ടായതാണല്ലേ,
എന്നിട്ട് ഞാൻ എത്രത്തോളം വിഷമിക്കുമ്പോൾ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കില്ലേ? ആ, എന്താ അപ്പൊ അമ്മ പറയുന്നേ പെണ്ണല്ലേ ഞാൻ കുട്ടീന്ന് ചോദിച്ചാൽ അതിന്റെ പ്രശ്നമല്ല മോളെ. കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അടുത്ത ഭാഷ കാല് വെച്ചിട്ടാണ് എന്റെ കാലിന് വയ്യ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അടുത്തൊക്കെ ഞാൻ അത് പരിചയമുള്ള കുട്ടിയോടല്ലേ പറയാലോ. എന്താ അടുത്ത ഭാഷ അമ്മ പറയുക അങ്ങോട്ട് പോകണ്ട മോനെ, നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ നീയല്ല. ഓക്കേ, അതെങ്ങനെ ആവാൻ പറ്റും? ഞാൻ അമ്മയാണെങ്കിൽ എന്തോരം സഹിക്കേണ്ടി വരും. ഞാനായാൽ മതി. പട്ട ഇട്ടു, എല്ലാം ഇട്ടു, ഏലക്ക, ഗ്രാമ്പു, ചെറുജീരകം, സബോള ഇട്ടു. നമ്മൊന്ന് വേണമെങ്കിൽ എന്നെ ചിലപ്പോൾ കുറച്ച് അകത്ത് നിർത്തിയൊക്കെയാണ് നല്ലത്. അമ്മയെ എനിക്ക് അത്ര എങ്ങനെ വിശ്വാസമില്ല. ദേഷ്യം വരുമ്പോഴേ ശരിയല്ല. ഓ, സബോള വേഗാവാൻ ഉപ്പിട്ട് കൊടുക്കണോ? എന്തെങ്കിലുമൊക്കെ പറയാൻ പാടില്ല, എന്തെങ്കിലും ഉപകാരമുള്ളത് വല്ലതും പറയണം. എന്താ പറയുന്നറിയോ? ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വെച്ച് നമ്മളല്ലേ, നമ്മളെന്നല്ല, നമ്മള് മനുഷ്യര്. നമ്മൾ മനുഷ്യരാണ്. നമ്മള് മാത്രല്ല, ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും 75% ആൾക്കാർ, ഇപ്പൊ 100-ൽ 75 എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അത്രയും ആൾക്കാർ മറ്റുള്ളവരുടെ കുറവുകളെ കുറിച്ച് സംസാരിക്കുന്നവരായിരിക്കും. കുറ്റങ്ങളാവട്ടെ, കുറവുകളായിട്ട് അതിനെ കുറിച്ച് തന്നെ സംസാരിക്കും. സ്വാഭാവികം. നേരം പോണെങ്കിൽ നമുക്ക് അതന്നെ സംസാരിക്കണം. ഇല്ലാത്തവരുണ്ടോന്ന് പറഞ്ഞാൽ എനിക്ക് അത് വിശ്വാസമൊന്നുമില്ല. 25% ഉണ്ടാവും. അതില് ഞാനടക്കം ഒരു 25% ഉണ്ടാവും. ആ കുറ്റം കുറവ് പറയാൻ തുടങ്ങുന്നത് എവിടുന്ന് അറിയാം? നമ്മുടെ വീട്ടിൽ നിന്നാണ് കൂടുതൽ. ആദ്യം ഒന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താവും തുടങ്ങും. ആദ്യത്തെ പാഠശാല വീട്ടിൽ നിന്നാണ്. എന്റെ ഭർത്താവ് ശരിയല്ല, ആള് അങ്ങനെയാണ് എന്ന് ഭാര്യ പറയും. അല്ലെങ്കിൽ ഭർത്താവ് പറയും എന്റെ ഭാര്യ അവള് ഇങ്ങനെയാണ്, അവളുടെ സ്വഭാവം അതാണ്, അവള് ഇങ്ങനെയാണ്. ഇവിടെ കെട്ടിയത് കൊണ്ട് ഞാൻ ഇതിന് എത്ര നല്ല ബന്ധമൊക്കെ വന്നാ വേണ്ടതെന്നില്ല. അത് രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ടും പറയും. സ്വാഭാവികം. വീടുകളിലും ഉണ്ടാവും അതൊക്കെ. എന്നിട്ട് വിട്ടുപിരിഞ്ഞ് പോവില്ല, ഒരുമിച്ചുണ്ടാവും. അച്ഛനും അമ്മമാരോട് പറയും നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്? എന്താ ഞങ്ങള് പറഞ്ഞോ? ഞങ്ങളെ ജനിപ്പിച്ച് നോക്കണം എന്ന് പറഞ്ഞില്ലല്ലോ. എന്നിട്ടിപ്പോ നിങ്ങളിപ്പോ എന്താ ഇങ്ങനെ പറയുന്നത്? നല്ല വല്ല അച്ഛനമ്മയ്ക്ക് ജനിച്ചാൽ മതിയായിരുന്നു. മക്കളെയും പറയും. അതെ, കണ്ടില്ലേ അവരുടെ മക്കള് കണ്ടോ എന്തൊക്കെ രീതിയിലാണ്? നിങ്ങൾ എന്തിനു കൊള്ളാന്ന് മക്കളെയും പറയും. പിന്നെ മാമന്മാര്, ചെറിയച്ഛന്മാര്, അമ്മായിമാര്, നാത്തൂമാര്, ഒന്നും പറയണ്ട. അമ്മായി അച്ഛൻ, അങ്ങനെ പലരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. പക്ഷെ ഈ കുറ്റങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എല്ലാവരും ഓർക്കണം നല്ലതാണ്. എന്താണെന്നറിയോ? നമ്മുടെ ഈ കുറ്റങ്ങൾ പറയുമല്ലോ, ഈ കുറ്റങ്ങൾ പറയുന്ന ആൾക്കാര് നമുക്ക് എന്തെങ്കിലും അവരുടെ ചില നിമിഷങ്ങൾ നമുക്ക് വേണ്ടി അവര് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ ഈ ആൾക്കാർ മുഴുവൻ? ചില സ്നേഹം. അച്ഛനമ്മയുടെ അവരുടെ കടമയാണ്, മക്കളും കടമ. എപ്പോഴെങ്കിലും ഒരു ഭാഷ നമ്മളെ ഫ്രണ്ട്സ് ആവട്ടെ, അവര് നമ്മുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട്സിനെ തന്നെ വിളിച്ചോ, ഒരു ഫ്രണ്ടിനെ. അവന് ഒരുപാട് ജോലിയൊന്നും ഇല്ലാത്തവരൊന്നായിരിക്കില്ല, അവനും തിരക്കുകളുണ്ടാവും, അവന്റെ സമയത്തിന് വിലയുണ്ടാവും, അവനോ അവളോ ആരും. അപ്പോ അവര് നമ്മളെ കേൾക്കാൻ വേണ്ടി, നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ പറയാൻ വേണ്ടി അവരുടെ സമയം നമുക്ക് തന്നിട്ടുണ്ടാവും. അത് ഓർക്കും. നമ്മൾ അവർ കുറ്റം പറയുന്ന സമയത്ത് അവൻ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ ഇങ്ങനെ ഒരു ഉപദേശമൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, അത് ഒരിക്കലും ഓർക്കില്ല. അല്ല, ഇത് പറയുകയാണെങ്കിൽ ഒരു അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, ഏത് ബന്ധുക്കളാവട്ടെ, എന്തിനും ഒരു ആത്മാർത്ഥ സുഹൃത്താവട്ടെ, ഇതിനെപ്പറ്റി നമ്മൾ കുറ്റം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തെ ഒരു നിമിഷം അതവർ ത്യാഗം ചെയ്താണ് നമുക്ക് വേണ്ടി. അത് വെറുതെ കിട്ടില്ല, അത് വെറുതെ കിട്ടാത്തൊരു സംഭവമാണ്. അപ്പോൾ അത് അവർ നമുക്ക് വേണ്ടി തരുമ്പോൾ നമ്മൾ കുറ്റം പറയുമ്പോൾ ആ ത്യാഗം ചെയ്ത ആ നിമിഷത്തെയും കൂടി നമ്മൾ മറന്നു പോകുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കുറ്റം പറയണവനാണ് യഥാർത്ഥമായിട്ടുള്ള കുറ്റവാളി. അതാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആലോചിച്ച് നോക്കണം, നമ്മളൊരു പ്രാരാബ്ദം പറയുമ്പോൾ, നമ്മളൊരു സങ്കടം പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ആളായിട്ട്
അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷനായിട്ട് ഒരു ഫ്രണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു ഫ്രണ്ടിനെ തന്നെ എടുക്കുക. ആ ഫ്രണ്ട് മാറ്റി വെച്ചൊരു സമയമുണ്ടാവും. പിന്നീട് നമ്മൾ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അത് വന്നു എന്ന് പറഞ്ഞിട്ടൊരു ദിവസം നമ്മൾ അവനെ കുറ്റം പറയുമ്പോൾ അവൻ അന്ന് നമുക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ ആ സമയം അതൊരു മഹത്തായ ത്യാഗമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയൊരു ആശ്വാസം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ മറന്നിട്ട് സംസാരിക്കണം നമ്മളായിരിക്കും നന്ദി കേട്ടവർ. അപ്പോൾ ലോകത്ത് ഒരാളിന് വിരൽ ചൂണ്ടാൻ ശരിക്കും പറഞ്ഞ് നമുക്കൊരു അധികാരമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെന്ന് പറയുന്നത് സർക്കിളിൽ നമ്മൾ ജീവിക്കുന്നുണ്ടാവുമല്ലോ. അവരൊക്കെ ഒന്നല്ലെങ്കിൽ ഒരു ദിവസം ഒരു നിമിഷം നമുക്ക് വേണ്ടിയിട്ട് ഒരല്പനേരം നമ്മൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ടെങ്കിലും സമയം ബാക്കി വെച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ചെറിയച്ചന്മാരാവാം, മാമന്മാരാവാം, അമ്മായിമാരാവാം, അങ്ങനെ ആര് വേണമെങ്കിലും ആവാം. അത് അവരിനൊക്കെ ആസ്പത്രിയിലാക്കിയിട്ട് നമ്മൾ കഥ പറയും. അവരിനൊക്കെ ആസ്പദമാക്കിയ ഒരു കഥ പറയാം. അമ്മ എന്താ ഭൂതമൊക്കെ ഗുണ്ടയോ? അവനൊക്കെ എന്താ ആക്കിയിട്ട് ഞാനത് കഥ പറയാന്നൊക്കെ പറഞ്ഞ ഇപ്പോഴാണ് അമ്മ പറഞ്ഞ് ഒരാളുടെ കുറ്റം കുറവും പറയണത് നല്ല സ്വഭാവമല്ല. ഇപ്പം ഉണ്ട് അവനൊക്കെ വെച്ചിട്ട് ഞാനൊരു കഥ പറയുന്നു. അപ്പൊ കുറ്റമല്ല പറയണത്. അല്ല, ഉദാഹരണത്തിന് എടുക്കാൻ അവരെന്താ സയന്റിസ്റ്റുമാർ ഉപയോഗിക്കുന്ന മറ്റേ എലിക്കുട്ടികളോ? അതേന്നോ? അമ്മ ആ മുക്കിൽ വെച്ചിട്ടുള്ള ആപ്പിളോ ഓറഞ്ചോ അതോ പഴോ പ്ലാസ്റ്റിക്കിന്റെ അല്ലേ നമുക്ക് പറ്റില്ല. ഒരു ട്രെയിനില് ഒരു നവദമ്പതികളുടെ യാത്രയുണ്ട്. ആ സീറ്റില് അതിന്റെ നേരിട്ട സീറ്റിലേക്ക് ഒരു അച്ഛനും മകനും വന്നിരുന്നു. അപ്പോ ഇവര് നവദമ്പതികൾ ഭയങ്കര അറിയാലോ. നവദമ്പതികൾ പറഞ്ഞാൽ അവരുടേതായ ലോകത്ത് അവർ ഓരോ ആൾക്കാരൊക്കെ പറഞ്ഞ് ചുറ്റും കളിച്ചും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ അച്ഛനും മകനും വന്നു. ഈ മകന് 18-20 വയസ്സ് പ്രായമുണ്ട്. അപ്പോ ഇവര് വന്നു കയറി. അപ്പൊ ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കല്ലേ, ആദ്യം ഈ കുട്ടി ഈ നവദമ്പതിമാരുടെ ഇങ്ങനെ ഭയങ്കര ആശ്ചര്യത്തോടെ ആ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവും എനിക്കൊരു പ്രായമാകുമ്പോ ഞാനും ഇങ്ങനെ ഞാൻ എപ്പോഴാണ് വലുതാവുക, കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെ ചിന്തിക്കും. അതന്നെ അതിന്റെ ചിന്തയായിരിക്കും അതൊക്കെ. അമ്മയല്ലേ എന്തൊരു അമ്മയല്ലേ ഇടയ്ക്ക് അമ്മയല്ലേ എൻ്റെ നടുവിലും മധ്യത്തിലൊന്നല്ല ഇടയ്ക്ക്. ഇതെന്താ തിമിംഗലത്തിന്റെ നടുഭാഗം ചോദിക്കുമ്പോൾ അവിടെ എവിടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയരുത്. അമ്മ ചെറുപ്പത്തിൽ ഈ സ്വഭാവം അല്ലല്ലോ പഠിപ്പിച്ചു. എന്ത് പറയുമ്പോഴും ചോദ്യം ചോദിക്കണം മോനെ എന്നല്ലേ പറഞ്ഞു. അമ്മ സ്കൂളിൽ പണ്ട് ഞാൻ ഒന്നും ചോദിക്കാറില്ല എന്ന് ടീച്ചർ കംപ്ലൈന്റ് പറഞ്ഞപ്പോ തൈര് അപ്പം അമ്മ പറഞ്ഞല്ലോ ടീച്ചർമാർ പറഞ്ഞു തരുമ്പോൾ സംശയങ്ങൾ ചോദിക്കണം മോനെ എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ അമ്മ എന്തെങ്കിലും പറയുമ്പോൾ ഒരു സംശയം ഞാൻ ചോദിക്കാൻ പാടില്ല. അതെന്താ നിങ്ങൾക്ക് അന്ന് ഈ കുട്ടി ഒന്നും മിണ്ടില്ല സ്കൂളിൽ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പരാതിയായിരുന്നു. സ്കൂളിൽ പോയാൽ മിണ്ടാണ്ടിരിക്കരുത്, ടീച്ചർമാർ ചോദിക്കുന്നതിന് മറുപടി പറയണം, ടീച്ചർമാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അമ്മ പറയും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നീ ഒന്നും മിണ്ടരുത്. വലുതാവുമ്പോ മിണ്ടരുത്, ചെറുപ്പത്തില് ചോദിച്ചുകൊണ്ടേ ഉണ്ടാവും. ഇപ്പൊ ചോദിക്കുന്നത് ഇതുപോലത്തെ എന്താ പറയാ കുരുട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. കുരുട്ട് ചോദ്യോ? ഇത് കുരുട്ട് ചോദ്യമല്ലമ്മ, ഇത് ബുദ്ധിപൂർവ്വം ചോദിച്ചാണ്. ആരമ്മയോ? അല്ല, ഇത് നീ ഇപ്പൊ ചോദിച്ചത് കുരുട്ട് ചോദ്യം. അങ്ങനെ അപ്പൊ ഈ ഇതില് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി. കാണുമ്പോ 2 സ്പൂണ് മുളക് പൊടി 1.5 സ്പൂണ് മല്ലിപ്പൊടി ഉള്ള പോലെ ഉണ്ടല്ലോ. സംശയമാണ് പറഞ്ഞത്. എനിക്ക് എപ്പോഴും സംശയത്തിൽ കൂടുതലാണല്ലോ. എന്തുകൊണ്ട് ഇതിന് പച്ചമുളക് ഒന്നും ഇടില്ല? അത് പിന്നിടണത് എങ്ങനെ പിന്നിട്ടായിട്ട് എന്തിനാ പച്ചമുളക് പിന്നിടുന്നത്? മുറിച്ചിട്ട പോലെ അങ്ങനെയാണ് ചില കറികളിൽ അങ്ങനെയാണ്. ഇത് റോസ്റ്റ് അല്ലേ, ഇതിന് ഞാൻ പിന്നെയാണ് ഇതില്. ഓ, പിന്നെ ഇടുകയാണല്ലേ. ചെറുനാരങ്ങ നീരും പച്ചമുളകും ഇതൊക്കെ പിന്നെ അല്ലാണ്ട് പിന്നിടുകയല്ല. നീണ്ടല്ല നീ. ഇനി നമുക്ക് വെള്ളം വറ്റട്ടെ. എന്നിട്ട് കല്യാണ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് സ്വാഭാവികം. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോ ട്രെയിൻ ഓടാൻ തുടങ്ങിയപ്പോ ഈ കുട്ടി ജനലിൽ കൂടെ നോക്കിയിട്ട് അതാച്ചോ മരം, അതാച്ചോ
ബസ് അതാച്ചാ ലോറി എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് 18 വയസ്സായ ചെക്കനോ? ആ അവൻ ഇതുവരെ മരവും ബസ്സും ലോറിയൊന്നും കണ്ടിട്ടില്ലേ? കേൾക്കുന്നേ, മുഴുവൻ കഥ കേൾക്കണവരൊന്നും പറയുന്നു. അപ്പൊ അതുകൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഓരോരോ ഇവർ കാഴ്ച കാണുന്നതിനൊക്കെ അച്ഛാ എത്ര ആൾക്കാരൊക്കെ അവിടെ നോക്കച്ചാ, അവിടെ എത്ര വണ്ടി, അച്ഛാ സൂര്യൻ, ഇങ്ങനെയൊക്കെ പറയുകയാണ്. ഇങ്ങനെ ഈ കുട്ടി വായി തോരാതെ ഈ കാണുന്ന കാഴ്ചകളൊക്കെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഒന്നല്ല, ആ കുട്ടി എന്തൊക്കെയാണ് ജനലിൽ കൂടെ കാണുന്നത് വെച്ചാ അത് മുഴുവൻ അച്ഛാ അത് അച്ഛാ. അപ്പൊ അച്ഛൻ അതേപോലെ അത് ബസ് തന്നെയാണ്, അത് ലോറിയാണ്, അത് സൂര്യനാണ്, അത് ചുവന്ന പൂവാണ്, അങ്ങനെ ഇപ്പൊ മനസ്സിലായി. ബുദ്ധി ഇല്ലാത്തൊരു കുട്ടിയാണ്. ആയിക്കോട്ടെ, അതൊന്നും പറയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഇവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയി. ആർക്ക്? ഈ നവദമ്പതികളില്ലേ, അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയി. ഈ കുട്ടി എന്താ ഇങ്ങനെ ഒച്ചയിലാണ് പറയണതേ. അച്ഛനാണെങ്കിൽ അതേപോലെ അത് ബസ്സാണ്, അത് അതാണ് എന്താണെന്നൊക്കെ അച്ഛനായി മറുപടി പറയുന്നുണ്ടല്ലോ. ഇവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി. അപ്പൊ ഇവരെന്ത് ചെയ്യറിയോ, ഈ യുവാവ് എന്ത് ചെയ്യറിയോ, അതെ ഈ അച്ഛനോട്, ഈ കുട്ടിയുടെ അച്ഛനോട് പറയുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വിഷമാവരുത്, നിങ്ങളുടെയും കൂടി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഈ മകൻ ഇപ്പം എത്ര വയസ്സായി? അപ്പം അവൻ 19 കഴിഞ്ഞിരുന്നതായി. ഇത്രയും പ്രായമായ കുട്ടി, ആ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം. ഇപ്പം തന്നെ നിങ്ങൾ വൈകിപ്പോയി, ഇങ്ങനെയൊന്നും കുട്ടികളെ കൊണ്ടു നടക്കരുത്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, അടുത്തുള്ളവർക്കും മറ്റുള്ളവർക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഈ കുട്ടിയെ കൊണ്ട്. അപ്പൊ ഇതൊരു അസുഖമാണ്. അപ്പൊ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കണ്ട് ഈ കുട്ടിയെ ചികിത്സിപ്പിക്കണം. മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമാണ് ഈ കുട്ടിക്ക്. അത് നിങ്ങൾ എന്താ ഇത്രയും കാലം നോക്കാണ്ടിരുന്നു? ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഞങ്ങളിപ്പോ ട്രെയിൻ ഇറങ്ങിയിട്ട് പോകും, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ മുന്നോട്ട് നിങ്ങൾക്കും ഇത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തൊരു ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ എന്തൊരു ഡിസ്റ്റർബൻസ് ആയി ഈ കുട്ടിയെ കൊണ്ട് എന്ന് പറയും. നിങ്ങൾ ഡോക്ടറെ കാണിക്കൂട്ടോ, ഞാൻ പറഞ്ഞത് മറക്കരുത് പറയും. അപ്പൊ ഈ അച്ഛൻ ശാന്തതയോടെ അത് കേൾക്കും. കേട്ടിട്ട് ചിരിച്ചിട്ട് പറയും, ഞാനിപ്പോ ഒരു ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത്. ആ ഡോക്ടറെ കാരണമാണ് എൻ്റെ കുട്ടി ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയും. അപ്പൊ എന്താ നിങ്ങൾ പറയുന്നത്? ഒരു ഡോക്ടറെ കാരണമാണോ നിങ്ങളുടെ കുട്ടി ഇങ്ങനെ ആയത് എന്ന് പറയും. അതെ, എന്താ അറിയോ, ജന്മന എൻ്റെ കുട്ടി ഇതൊന്നും കണ്ടിട്ടില്ല. അവൻ ജന്മന കാഴ്ചയില്ലാത്ത കുട്ടിയാണ്. അവൻ്റെ മുഖം അവൻ കണ്ടിട്ടില്ല, അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖം കണ്ടിട്ടില്ല, വേറൊരാളുടെ മുഖം, ശബ്ദങ്ങൾ മാത്രം കേട്ടിട്ടുണ്ട്. അതുപോലെ മരം, ബസ്, ലോറി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അവൻ്റെ മനസ്സിനറിയാം. പക്ഷെ അവൻ കണ്ണുകൊണ്ട് ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ അവനൊരു കൗതുകത്തോടെ കണ്ടിട്ട് അത് വർണ്ണിക്കുകയാണ്. അല്ലാണ്ട് അവനൊരു അസുഖമില്ല. ഇതൊരു ഡോക്ടറുടെ കാരുണ്യം കൊണ്ടാണ് എൻ്റെ കുട്ടി ഇന്ന് കാഴ്ച കാണുന്നത്. അപ്പോൾ ആ നല്ല മനുഷ്യൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ മകൻ എന്ന ഈ രീതിയിലായി. അല്ലാണ്ട് അവനൊരു അസുഖമില്ല. അപ്പോൾ ജന്മന ആ കുട്ടി ഇതേവരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ കേൾക്കുമല്ലോ, അവർക്കറിയാലോ മരം എന്താണ്, പൂവ് എന്താ, സൂര്യ. അപ്പോൾ ഈ കുട്ടി ചിലപ്പോൾ അത് എങ്ങനെയുണ്ടെന്നൊക്കെ അച്ഛനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതൊരു പ്രത്യേക ആനന്ദല്ലേ. ഇതേവരെ കാണാൻ അതെ, ഒരു ഇരുട്ടുന്ന ഒരു മനുഷ്യൻ ആദ്യമായിട്ട് വെളിച്ചത്തേക്ക് വരിക, അല്ലെങ്കിൽ അവൻ്റെ ഉൾമനസ്സ് ഇങ്ങനെ ആയിരിക്കും, അവൻ്റെ ഒരു മൈൻഡിൻ്റെ സെൻസ് ഉണ്ട്. അതുകൊണ്ട് അവൻ വിചാരിക്കും ഇങ്ങനെ ആയിരിക്കും, മരം ഇങ്ങനെ ആയിരിക്കും, ഒരു കാറെന്ന് പറയണത് ഈ രീതിയിലായിരിക്കും, ബസ് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അവനവൻ തന്നെ ഇങ്ങനെ ആയിരിക്കും, എൻ്റെ അച്ഛൻ എങ്ങനെയായിരിക്കും, എൻ്റെ അമ്മ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കണ്ണും മൂക്കൊക്കെ എങ്ങനെയായിരിക്കും. അങ്ങനെ പല ചിന്തകളാണ്. അപ്പോൾ ഈ ലോകത്ത് ദിവസം കണ്ണുള്ള നമുക്ക് മനസ്സിലാവില്ല എത്ര സുന്ദരമാണ് ഈ ലോകത്ത്. ആദ്യമായിട്ട് എന്തിന് സൂര്യൻ എന്താണ്, ചന്ദ്രൻ എന്താണ്, വെളിച്ചം എന്താണ്, ഇരുട്ടെന്താണ്, എല്ലാം ആദ്യമായിട്ട് അനുഭവപ്പെടുന്ന ആ കുട്ടിയുടെ മനസ്സ്. അപ്പോൾ എതിരിലിരിക്കുന്ന ആൾക്കാർ ധരിച്ചത് ഈ കുട്ടിക്ക് മാനസികമായിട്ട് എന്താ ബുദ്ധിമുട്ട്, എന്താണ് കാര്യം എന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത് മനസ്സിലായപ്പോൾ ഇത് കേട്ടപ്പോ യുവാവിന് സങ്കടമായിപ്പോയി. അയ്യോ, ഇങ്ങനെ ഒരു കുട്ടിയായിരുന്നോ, ഞാൻ ആ കുട്ടിയാണോ അങ്ങനെയൊക്കെ വിചാരിച്ച് മനസ്സിന് ഞാൻ കുറെ പ്രാവും ചെയ്തു. ഇത് എന്തൊരു കുട്ടിയാണിത്, ഇത് എവിടുന്ന് കയറിയെന്നൊക്കെ ഞാൻ പറഞ്ഞു. അയ്യോ ദയവേത് എന്നോട് ക്ഷമിക്കണം എന്ന് പറയും. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ പറയാണ്, നമ്മൾ മോനെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ആരുടെയും കുറവുകളും കുറ്റങ്ങളും കണ്ട് വിമർശിക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരെന്തായിരുന്നു ആദ്യം നമുക്ക് ഒരിക്കലും ആവില്ല. നമ്മൾ കാണുന്ന ആ കാഴ്ച, നമ്മൾ കാണുന്ന സമയത്ത് അവരുടെ പ്രവൃത്തികളും അവരുടെ വർത്തമാനമോ അല്ലെങ്കിൽ അവർ എന്താണെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അവരപ്പം എന്താണോ കാണിക്കുന്നത് അത് മാത്രമേ നമ്മൾ വിലയിരുത്തൂ. എന്നിട്ട് നമ്മൾ അവരെ അങ്ങോട്ട് അവയാണ് അങ്ങനെയാണ്, അവിടെ അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവർ ആദ്യം എന്തായിരുന്നു,
അവരെന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കില്ല. നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അത് അറിയണമെങ്കിൽ അവരുടെ സ്ഥാനത്ത് നമ്മൾ നിൽക്കണം. എന്നിട്ട് ആ ഓരോരോ കാര്യങ്ങളും നമ്മുടെ അനുഭവം കൊണ്ട് അറിയണം. അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അതുവരെ മറ്റൊരാളെ കുറിച്ച് ആരുടെ ഭാഗത്ത് എന്താണ് ശരി, എന്തുകൊണ്ട് ആ വ്യക്തി ആ സ്ഥാനത്തെത്തി എന്നൊക്കെ അപ്പോഴാ പറയാൻ പറ്റുള്ളൂ. പറയാൻ പറ്റും. അതുവരെ നമുക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ആരെയും വിമർശിച്ചോ കുറ്റം കുറവുകളോ പറയരുത്. കാരണം അവരെന്തായിരുന്നു മുമ്പ്, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഇങ്ങനെ ആയി, അതൊന്നും ചിന്തിക്കാതെ നമ്മൾ ആരെയും ഒന്നും പറയരുത്. മറ്റുള്ളവരുടെ വിരൽ ചൂണ്ടുമ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന്, ആ സ്ഥലത്ത് നിന്ന് അവൻ അനുഭവിക്കുന്ന ദുഃഖം എന്താണോ അത് അനുഭവിച്ചാൽ മാത്രമാണ് മറ്റൊരാളുടെ ദുഃഖം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അല്ലാണ്ട് ദൂരെ ഇരുന്നാൽ നമുക്ക് ഒരിക്കലും ഒരു കാരണവശാലും കുറ്റം പറയാൻ മാത്രമേ സാധിക്കുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവൻ്റെ സാഹചര്യം അവനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിമർശിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടാവും, എപ്പോഴും കുറ്റം പറയുന്ന ഒരു വ്യക്തികളുണ്ടാവും. ആ വ്യക്തികൾ ചിലപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും. നമ്മളറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ചില മനുഷ്യരായിരിക്കും. പക്ഷെ നമ്മൾ ദിവസം അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ അതൊക്കെ യഥാർത്ഥത്തിലൊരു ശാപമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബം എന്ന് പറയണത്, അവരൊക്കെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പകാലങ്ങളുണ്ടാവില്ലേ, അന്നൊക്കെ ഈ നമ്മൾ ഈ പറയില്ലേ ചെറിയച്ചന്മാർ, വലിയച്ചന്മാർ, മാവന്മാർ ഒരു നിമിഷം നമ്മൾ എടുത്തിട്ടുണ്ടാവും, നമ്മളൊന്ന് കൊഞ്ചിച്ചിട്ടുണ്ടാവും. ഒരു 10 പൈസയുടെ മിഠായി ഇങ്ങനെ നമുക്കൊരു ദിവസം അവർ വാങ്ങി തന്നിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ നമ്മൾ ഒറ്റയടിക്ക് എൻ്റെ കുറ്റം പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, എന്തെങ്കിലും ഒരു ദിവസം അവർ നൽകിയൊരു സ്നേഹത്തിനെയും കൂടി ചേർത്തിയാണ് നമ്മൾ ഈ കുറ്റം പറയണത്. കുറ്റം കുറവുകൾ പറയാൻ സാഹചര്യമാണ് കാരണം. അപ്പോൾ ഈ കുറ്റം കുറവുകളെന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അസുഖം പോലെയാണ്. എന്താണെന്നറിയോ, ഇപ്പോൾ ഒരു പട്ടി ഒരു പ്രാന്തം പട്ടി അമ്മേനെ കടിക്കാൻ വരികയാണെന്ന് വിചാരിച്ചോ, അമ്മ എന്ത് ചെയ്യും? അമ്മ ഓടുവോ അതോ ഇങ്ങോട്ട് നോക്കുവോ? ഓടുവോ അതോ ആ പട്ടീനെ തിരിച്ചടിക്കുമോ? അല്ല, മാക്സിമം അമ്മ ഓടുക തന്നെയല്ലേ ചെയ്യുക. എപ്പോഴെങ്കിലും ആ പട്ടീനെ തിരിച്ചു കടിക്കണം നമുക്ക് തോന്നുന്നു? തോന്നില്ല. ഉറപ്പല്ലേ? ഇങ്ങോട്ട് നോക്കിയിട്ട് പറയൂ, ഉറപ്പല്ലേ? അല്ല, മനസ്സിലെങ്ങനെ തോന്നുന്നു കടിക്കാമായിരുന്നു എന്ന്? എന്തുകൊണ്ടാണ് തോന്നാത്തതെന്നറിയോ? ഈ പ്രാന്തം പട്ടി എന്ന് പറയുന്നത് എന്താ അറിയോ? അതിൻ്റെ അസുഖത്തിൻ്റെ പേര് റാബീസ് എന്നാണല്ലോ. അപ്പോൾ പ്രാന്തം പട്ടിക്ക് റാബീസ് ഉള്ളത് കൊണ്ടാണ് അത് വഴി കൂടെ കാണുന്ന ആൾക്കാരെ മുഴുവൻ കടിക്കണത്. അപ്പോൾ ഈ റാബീസ് എന്നുള്ള അസുഖം ഉള്ളത് കൊണ്ടാണ് അത് ഓരോ വ്യക്തികളിലും കടിക്കുന്നത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ ദ്രോഹിക്കണം, കുറ്റം പറയണം എന്നുള്ള ചിന്ത അതൊരു അസുഖമാണ്. ഈ അസുഖത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ നമുക്കും പ്രാന്തമില്ലാതെയാവും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാന്താണ് അസുഖം എന്നുള്ളത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ പട്ടി കടിച്ചാൽ പട്ടീനെ കടിക്കാൻ പോകാത്തത്? രക്ഷപ്പെട്ട് പോവുകയുള്ളൂ. അതിനൊരിക്കലും തിരിച്ചു കടിക്കരുത് മനുഷ്യനായതുകൊണ്ട്. എന്തുകൊണ്ട് ഈ പട്ടിയായിട്ട് പോലും പട്ടി കാണുന്നവരെ മുഴുവൻ കടിക്കുന്നത്? അതൊരു അസുഖം ഉള്ളത് കൊണ്ട്. അതുപോലെ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു അസുഖമുണ്ട്. ആ അസുഖത്തിൻ്റെ പേരാണ് എന്താ പറയുക, കുറ്റം പറയൽ, കുശുമ്പ്, അങ്ങനെയുള്ള പല വർഗ്ഗങ്ങളിൽ പെട്ട പലതും ചേർന്ന ഒരൊറ്റ അസുഖമാണ് മറ്റുള്ളവരെ കണ്ടാൽ നമുക്കാവില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കളഞ്ഞാൽ വേറൊരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ. ഇതായോ? വേറൊരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ. കുരുമുളക് പൊടി. എന്താ അറിയോ, ഇപ്പൊ അമ്മ ഒരു ആമയാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ ആമയാണ്. അമ്മ ചുമ്മാ ഒന്ന് വിചാരിക്കുക അമ്മ ഒരു ആമയാണെന്ന്. അമ്മ എന്നെ വിചാരിക്കാൻ പറയാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. നീ അതാണെന്ന് വിചാരിച്ചോ, ഇതാ അമ്മ ഇത്ര നല്ല സാധനത്തിനൊന്നല്ല പറയാം, അമ്മ എന്തൊക്കെയോ സാധനത്തിനെ വെച്ചിട്ട് നീ അതാണെന്ന് വിചാരിക്കും, നീ പോത്താണെന്ന് വിചാരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നല്ലല്ലോ, ഒരു സാധു ജീവി ആമയാണെന്ന് വിചാരിക്കും. കുരുമുളക് കിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാലം ആയുസ് നൽകിയിരിക്കണം ആമയ്ക്കാണ്? എന്താണെന്നറിയോ? എന്തിനാന്ന് പറഞ്ഞാ, ഇപ്പൊ ആമയെ നിങ്ങൾ ഉപദ്രവിക്കാൻ പോവുകയാണ്, അത് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പച്ചമുളക് കിട്ടും. നമുക്ക് കരുവേപ്പില ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോ ഈ ആമ എന്തെങ്കിലും അതിന് വേണ്ടാത്ത വരികയാണെങ്കിൽ ആ നിമിഷം ആമ എന്ത് ചെയ്യും? അതിനൊരു കവച്ചുണ്ട് അതിൻ്റെ പുറകിൽ, കണ്ടിട്ടില്ലേ? അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ശരീരത്തിന് മുഴുവൻ അങ്ങോട്ട് കയറ്റും. അതിൻ്റെ തല അതിൻ്റെ ഉള്ളിലിട്ടിട്ട് സേഫ്റ്റി ആയിട്ടിരിക്കും. അത് കാരണം കൊണ്ട് ആമയ്ക്ക് ബ്ലഡ് പ്രഷർ ഇല്ല, ടെൻഷൻ ഇല്ല, ഹാർട്ട് അറ്റാക്ക് വരില്ല. കാരണം അതിന് വേണ്ടാത്തതൊന്നും അത് സ്വീകരിക്കാറില്ല. ചെറുനാരങ്ങ നീര് ഇതെല്ലാം ആയി മനസ്സിലായി. അപ്പോൾ റോസ്റ്റ് കണ്ടോ? ഇതാണ് മട്ടൺ റോസ്റ്റ്.
അപ്പോൾ ആമയ്ക്ക് എന്തിനാണ് ആയുസ് കൂടുതൽ പറഞ്ഞാൽ മനുഷ്യനുള്ളതിനെക്കാട്ടിലും ഭൂമിയിൽ എല്ലാത്തിനെക്കാട്ടിലും ആയുസ് കൂടുതൽ ഉള്ളത് എന്തിനാണ് പറഞ്ഞാൽ അതിന് വേണ്ടാത്തതൊന്നും അത് സ്വീകരിക്കാറില്ല. അതിനൊരു ആപത്ത് വരുന്നുണ്ട്, എന്തെങ്കിലും അതിന് സംഭവിക്കാൻ പോകുന്നു പറയുമ്പോൾ നേരെ അതിൻ്റെ കവചത്തിനുള്ളിൽ പോകും. മനുഷ്യനത് ഇല്ലാത്തത് കൊണ്ടാണോ അങ്ങനെ ക്ഷീണിച്ച് ചോദിച്ചാൽ മനുഷ്യനുണ്ട്. അതെന്താ അറിയോ, നമ്മുടെ എല്ലാ കവചവും നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിന് വേണ്ടത് മാത്രം സ്വീകരിക്കുക, വേണ്ടാത്തത് കളയുക എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്കും ദൈവം നിശ്ചയിച്ചുള്ളൊരു ആയുസ് വരെ ആരോഗ്യമായിട്ട് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ അറിയോ, അവരെൻ്റെ കുറവ് പറയണമെന്നുള്ള ദുഃഖം, നമ്മളവരെ പകരം വീട്ടണമെന്നുള്ള വാശി, ഇതൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ സ്വയം ഒരു രോഗിയായി മാറുകയാണ്. നമ്മുടെ മരണത്തെ നമ്മൾ തന്നെ മുൻകൂട്ടി ഇൻവിറ്റേഷൻ കൊടുത്ത് വിളിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താവും, നമ്മുടെ ഹെൽത്തും ആരോഗ്യവും ആയുസ്സും ഒക്കെ നന്നായിരിക്കണമെങ്കിൽ ആമേനും കണ്ടുപിടിക്കണം. ആ റാബീസ് വന്ന നായനെ നമ്മൾ ഓർക്കണം. കാരണം അതിനൊരു അസുഖമുണ്ട് റാബീസ്. അതുപോലെ നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു അസുഖമുണ്ട്, മറ്റുള്ളവരുടെ കാര്യം തോണ്ടി നമ്മളെയാ നീ പിടിച്ചേ ഇരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പകരം ഞാൻ തീർച്ചയായിട്ടും വീട്ടിലുണ്ടാവും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വേണ്ടാത്തത് എന്തുണ്ടോ അത് എടുത്തു കളയണം. ആ പട്ടിക്ക് വന്ന പോലത്തെ റാബീസ് എന്നുള്ള ആ അസുഖം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുശുമ്പ്, മറ്റൊരു കുറ്റം പറയുക, ആ ഒരു അസുഖത്തെ എടുത്തു കളയണം. അതുപോലെ തന്നെ ആമയ്ക്കുള്ള പോലൊരു കവചം നമുക്കുണ്ട് നമ്മുടെ മനസ്സ്. അത് വേണ്ടത് ഉൾക്കൊള്ളുക, വേണ്ടത് എടുത്തു കളയാന്നുണ്ടെങ്കിൽ ഒരു അസുഖം വരില്ല. ഉള്ള പേര് ആരോഗ്യമായിട്ട്, ആമേൻ്റെ അത്ര ആയുസ് പേര് ജീവിച്ചില്ലെങ്കിലും ഉള്ള ആയുസ് പേര് ആരോഗ്യമായിട്ട് ജീവിക്കുക. മനസ്സിലായില്ലേ? ഇപ്പം അമ്മ ആമയായത് അമ്മയ്ക്ക് സന്തോഷമുണ്ടോ? എനിക്കൊരു ഇത്തിരി സന്തോഷമുണ്ട്. ഇന്ന് ഇത്തിരി സമയം കഴിഞ്ഞു പോയത് കൊണ്ടാണ് അമ്മ എനിക്കിട്ട് പാര വയ്ക്കാത്തത്. അപ്പൊ ഇതാ മട്ടൻ റോസ്റ്റ്. അപ്പൊ ഇന്ന് ഞാൻ ഇത്തിരി മോര് കാച്ചും, ഈ മട്ടൺ റോസ്റ്റും, പിന്നെ 2 പപ്പടം കൂടി വറക്കും. ഇത്രയും ഇന്നത്തെ പരിപാടി. അപ്പൊ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പൊ പിന്നെ കണ്ടു മട്ടൺ റോസ്റ്റ്. അപ്പൊ ഇത് കൂട്ടി കഴിക്കാനൊന്നും വിളിക്കില്ല, കണ്ടോ? ഇതാണ് നമ്മുടെ സ്വഭാവം. അപ്പൊ ഈ മട്ടൺ റോസ്റ്റും മോര് കാച്ചതും പപ്പടം അച്ചാറും ഒക്കെ കൂട്ടി നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം. ഇന്ന് ഞാൻ പറഞ്ഞതിനാണ് അമ്മ വിളിക്കണത് കേട്ടോ. അത് മറന്നുണ്ടാവും, വായ പറയുന്നതാണ്. ഇവനെ നാരദമുനിയാണ്, നാരദമുനി. അതാരാ? ഓ, മറ്റേ അവിടെ ആ ലോകത്തുള്ള വ്യക്തി. എന്നാലും ഞാൻ ദേവലോകത്തല്ലേ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊരു നന്മ ഉണ്ടാവും. ഞാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊരു നന്മ ഉണ്ടാവും. പക്ഷെ ഞാൻ ആ സ്വർഗത്തിലല്ല, ഭൂമി എന്ന് പറഞ്ഞ നരകത്തിലാണ് ഉള്ളതെന്ന് മാത്രം. നാരദമുനി നല്ലതാണ്. അടുത്ത എപ്പിസോഡിൽ ഈ അമ്മയ്ക്കായിട്ടുള്ള മുഴുപാറയായിട്ട് ഞാൻ വരുന്നതായിരിക്കും.